രാലിനെ കയറ്റി ഞങ്ങളോടുന്ന് ചെറുതാ ഇപ്പോഴത്തെ കൂരി വൈകുന്നേരത്തെ ഫസ്റ്റ് വരല്ലേ നാടൻ ഫിഷ് കിടന്ന് ആ ഒരു കളറുമായിട്ട് എടുക്കുമോ എത്രയും ദൂരം പോവാ. ഇത് കണ്ടോ പോച്ചയെല്ലാം ശരിക്ക് കയറി. എനിക്ക് സംശയം ഞാനേ ഉള്ള ഉള്ളതാട്ടെ. നമുക്കിപ്പം അത് കുഴപ്പമില്ല ഇല്ല, ഒരു 350 ഗ്രാം എങ്കിലും കാണും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ എപ്പോഴും നോക്കിക്കൊണ്ടിറങ്ങി കുറേ ദിവസങ്ങൾക്ക് ശേഷം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതുപോലെ വീഡിയോ എടുത്തു, ഒരു പ്രേരമില്ലായിരുന്നു. വളരെ ശോകം. അവിടുന്ന് ഇവിടുന്ന് 1 or 2 ചെറുതൊക്കെ നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ വേറൊരു സ്പോട്ടാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ചിലപ്പോൾ 1 or 2 എണ്ണമൊക്കെ മാക്സിമം ചിലപ്പം കിട്ടും. ഇവിടെ സിക്കടിക്കാരുടെ ബഹളമുള്ള ഏരിയയാണ്. അപ്പം കനാൽ വെള്ളമൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടുവാണെങ്കിൽ കഴിഞ്ഞ ദിവസം പിടിച്ചതിൻ്റെയൊക്കെ 1-2 വീഡിയോസൊക്കെ ഉണ്ട്. എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. 6:30 സൂര്യൻ ഇവിടെ താഴുന്നുണ്ട്. നല്ല വട്ടത്തിൽ നല്ല ചുമന്ന സൂര്യൻ. ഇവിടെ പോത്തുംകുട്ടിയൊക്കെ ഒന്ന് കിടപ്പുണ്ട്. രാവിലെ നമുക്ക് അങ്ങോട്ട് നടക്കാനുണ്ട്. പക്ഷെ അങ്ങോട്ട് ഒത്തിരി നടന്നിട്ട് വലിയ പറയാനൊന്നുമില്ല. നമുക്ക് എന്തായാലും രാവിലെ തുടങ്ങാം. വന്നത് മൂഞ്ചിയോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം പായൽ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് എവിടെറിയാനാ അതൊക്കെ. അല്ലെ പിന്നെ ചാലിലോട്ട് പോയി നോക്കണം. ഷെടാ ഇത് ക്ലാഷ് വീണ് കിടക്കുക. എൻ്റെ ദൈവമേ. വരാലിനെ കയറ്റി ഞങ്ങളോടുന്ന് അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ അവിടെ ആൾക്കാർ ഇറങ്ങി തുടങ്ങി. ചെറുതാ ഉണ്ട് തന്നെയാടാ. ചെറുതല്ല, ഒരു ഉള്ള കുഴപ്പമില്ല. അത് അടിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഫ്രോഗ് വിട്ടു അങ്ങ് പാട്ടിന് പോയെന്ന് വിചാരിച്ച. പക്ഷെ ഉണ്ടായതാണത്. ഇതിട്ടപ്പോഴത്തെ കൂരി വൈകുന്നേരത്തെ ഫസ്റ്റ് വരല്ലേ നാടനാട്ടോ. അതെ നാടൻ വരല്ല, മഞ്ഞ അടിച്ചിട്ട് അവനെ ഞാൻ വിചാരിച്ചു ഫ്രോഗിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച്. പക്ഷെ ഫ്രോഗ് നോക്കിയപ്പോൾ കാണുന്നില്ല. ഫ്രോഗ് വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ ഉണ്ടായിരുന്നു. ആശാനും അതിനകത്തുണ്ടായിരുന്നു. അപ്പം കിട്ടിയതിനെ കളയണ്ട, എടുത്തേക്കാം. Fish on. Yeah. Yeah. ഫസ്റ്റ് മീൻ ഊരിപ്പോയി. ടൈം കളയാതെ വേഗം ഇവനെ കൊല്ലിലോട്ടിട്ട് അപ്പുറത്ത് അടിക്കുന്നുണ്ട്. പോകട്ടെ മോനെ ഇവിടെ പോവാം. നല്ല കളർ കണ്ടോ, ഇതിൻ്റെ കളർ കാണിക്കുന്നുണ്ടോ? സമ്മതിക്കത്തില്ല. ഇവിടെ കിടന്ന് ആ ഒരു കളറുമായിട്ട് വെള്ളത്തിൻ്റെ കളറുമായിട്ട് ഇന്ന് കളറായുണ്ടോ? ഓക്കെ. ഇതിൻ്റെ അപ്പുറത്ത് ഒരുത്തം മറിയുന്നുണ്ട്. അവനെ കൂടെ നോക്കട്ടെ. ഫിഷ് ഓൺ. ഒരെണ്ണം ചെറുത് കാണിക്കാം. അയ്യോ ഫസ്റ്റ് വരാല്ലേ ചെറുത്. എടുക്കുമോ എത്രയും ദൂരം വന്നതല്ലേ.
ഇവനെങ്കിലും എടുത്തില്ലേ മോശമല്ലേ? ഓക്കെ, എടുത്ത് വെക്കാം. വയ്യ, ഇത്രയും ദൂരം വന്നിട്ട് അടിസാകപ്പാടെ ഇത്രയും നേരത്തിൽ അടിച്ച് ചെറുത് മാത്രം, അല്ല കയറിയത് ചെറുത് മാത്രം. വന്നത് മൂഞ്ചിയോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം പായൽ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് എവിടെറിയാനാ? അതൊക്കെ അല്ല, പിന്നെ ചാലിലോട്ട് പോയി നോക്കണം. പക്ഷേ ഷെടാ, ഇത് ക്ലാഷ് വീണ് കിടക്കുക. എൻ്റെ ദൈവമേ. വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇത്. കണ്ടോ, പോച്ചയെല്ലാം ശരിക്ക് കയറി. എനിക്ക് സംശയം ഞാനേ ഉള്ളായിരുന്നെന്ന് തോന്നുന്നു ഇവിടെ വരുന്നത്. ഞാൻ ഇറങ്ങാത്തതുകൊണ്ട് ഇവിടെ ഇതെല്ലാം കിളിച്ച് ഇത്രയായി. എടെ ഗൊമ്മാലേ, എൻ്റെ ഇടയിൽ കൂടെ ഒക്കെ എങ്ങനെ കഴിവേറി കിളി. മനുഷ്യനെ പേടിപ്പിക്കാനെ കൊണ്ട് എന്തോ ചെയ്യാനാ? നോക്കാം ഇതിൻ്റെ മണ്ടയിൽ എങ്ങനെയൊക്കെ കയറാൻ പറ്റും നോക്കാം. ഈശോ, ഇങ്ങനെയൊക്കെ നിൽക്കാം. ഇങ്ങനെയൊക്കെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പോടാ, അടിച്ചടിച്ചു. ഫസ്റ്റ് വരാൽ നാടനല്ല കേട്ടോ, മറ്റവനാ. വിയറ്റ്നാം ഫസ്റ്റ് വരാൽ ഇന്നത്തെ. അയ്യോ, എന്തോ ചെയ്യാനല്ല, ഇങ്ങോട്ടയാണ്. ഉള്ളതാട്ടെ, നമുക്കിപ്പം വേറെ ഓപ്ഷൻസ് ഇല്ല. ഉള്ളതിനെയൊക്കെ എടുക്കാം. കിടക്ക്. എൻ്റെ മോനെ നിനക്ക് ഇച്ചിരി വലുതായിട്ട് അടിച്ചുകൂടി. ഓക്കെ, നമ്മുടെ ഫ്രോഗ് നമ്മുടെ കൊമ്പയുടെ തന്നെ. 8 മണിയായി. ഇത്ര സ്ഥലത്ത് ഞാൻ പോയിട്ട് വന്നറിയോ? കയ്യും വീശി അങ്ങനെ ഇവിടുന്ന് പോവുക അല്ലേ? അപ്പം ചെറിയ ഫ്രോഗ് അടിക്കാം, അത് കഴിഞ്ഞിട്ട് വലിയ ഫ്രോഗ് അടിച്ച് നോക്കാം. എടാ, രണ്ടെണ്ണോടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോയ്ക്കുള്ള വകുപ്പാവും. കിടക്കട്ടെ, പടാ നോക്കാം. ചെറുതാ, ചെറുതെങ്കിൽ ചെറുത്. നമ്മളതേ പരീക്ഷണമാണ്. മീനടിച്ച് കിടപ്പുണ്ട് ചെറുത്. ഞാൻ വിടുവാണ്.
വിട്ടുകൊടുക്കുവാണ്. നൂലും കൊണ്ട് അവന് എവിടെ വരെ പോകുന്നു എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി. പോയില്ലേ? നൂലിങ്ങനെ ഇട്ടേക്കാം. പോയില്ല കേട്ടോ. ഇല്ലില്ല, അവൻ അവിടെ തന്നെ നിൽക്കുക. ഇപ്പം പോകുന്നുണ്ട്. അവിടെ പൊതഞ്ഞു കൊണ്ടുപോയില്ല കേട്ടോ. പോകുന്നില്ല അവന്. ഇന്ന് കൊണ്ടുപോടാ. എടാ പോടാ. പോകുന്നില്ല. അപ്പം നമുക്ക് വലിച്ചെടുത്തേക്കാം. വാ മോനെ, കയറിക്കോ. രണ്ടാമത്തെ ഞൊട്ടുവരാൽ എടുത്തേക്കാം. അടിച്ചു മോനെ, അടിച്ചു. അത് കുഴപ്പമില്ല. മൂന്നാമത്തെ വരാൽ ഇത് ഇച്ചിരി ഉണ്ട് കേട്ടോ. ഒരു 1/4 കിലോ മുകളിലുണ്ട്. 1/2 കിലോ ഇല്ല, ഒരു 350 ഗ്രാം എങ്കിലും കാണും, കൺഫേമാണ്. കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 3 മീൻ ഇന്ന് കിട്ടി. എന്താ വായാലും ഇവിടുന്ന്. എടാ കുച്ചു കഴിവേറി. അയ്യോ പോയേ. അയ്യോ എൻ്റെ മീൻ പോയേ. എങ്ങനെ തോന്നിയടാ എൻ്റെ ഇന്ന് പോകാൻ? കഷ്ടപ്പെട്ട് പിടിച്ചതാണ്. ഓക്കെ, കൊല്ലിയിലോട്ട് മാറ്റിട്ടെ. അപ്പോൾ നമ്മൾ ഫിഷിങ് നേരത്തെ നമ്മൾ കയറുവാണ്. പറഞ്ഞ പോലെ തന്നെ എന്തായാലും 3 നമുക്ക് കിട്ടി. ഇതുകൊണ്ടോ എല്ലാം നെല്ല് വിളഞ്ഞ് കിടക്കുക. ഒന്നും പറിക്കുമല്ലോ അറിയത്തില്ല. ചിലപ്പോൾ ഒരു വിട്ടതായിരിക്കും. എനിക്ക് തോന്നുന്നു ഇവർ അധികം പറിക്കാൻ ഇനി സാധ്യതയില്ല. നമ്മൾ മൊത്തം 2 സ്ഥലത്ത് പോയി. ഇവിടെ നിന്നാണ് അവസാനം കിട്ടിയത്. മറ്റേടത്ത് പോയിട്ട് ഒരു കിണ്ടിയും കിട്ടിയില്ല. കാരണം അവിടെ ഈ ഇടിവലക്കാരിറങ്ങി മൊത്തത്തിനെ ഓടിച്ചായിരുന്നു. ഇറങ്ങി ഞാൻ തിരിച്ച് നടന്ന് വരാൻ നേരത്തെ ഒരു പുള്ളി ഒന്ന് പറഞ്ഞു ഇടിവലക്കാരിറങ്ങിയില്ല. അതുകൊണ്ട് അവിടെ നിന്ന് ഒരെണ്ണം പോലും നമുക്ക് അടിച്ചില്ല. എന്തായാലും ഇവിടുന്ന് 3 കിട്ടി. അപ്പം കഴിഞ്ഞ ദിവസം എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചൊണ്ടൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ പെയ്യും. അപ്പോൾ നമുക്ക് തകർത്ത് വാരാം. അടുത്തൊരു ഫിഷിംഗ് വീഡിയോ കാണും വരെ എല്ലാവർക്കും ടാറ്റാ.